നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാണമില്ലല്ലോ നിനക്ക്. ഒരാൾ അയാളുടെ മണിയറയില് എത്രയോ സ്വപ്നം കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് മുന്നിലേക്ക് ഒരു ബന്ധമില്ലാതെ നീ കേറി വരാന്ന് വെച്ചാ എന്തൊക്കെയായി പറയുന്നത്? മിണ്ടരുത് നീ. എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം. നീ ആരാ? നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്ന്? ഞാൻ ആരെന്നോ? ഞാൻ പ്രിയങ്ക. വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. നീ പ്രിയങ്ക ഒന്നുമല്ല. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്റെ പ്രിയങ്ക അല്ലാന്ന്. എല്ലാരും കൂടെ വേഷം കെട്ടിച്ച് വിട്ടതാ നിന്നെ വീണ്ടും എന്നെ പറ്റിക്കാനായിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെ അല്ല. ഞാൻ താലി കെട്ടിയത് നിന്നെ അല്ല. നീ ഒന്ന് പുറത്തു പോ. താലി കെട്ടിയത് എന്നെ തന്നെയാ. കണിമംഗലത്തുകാര് വന്ന് കണ്ടതും വിവാഹം ഉറപ്പിച്ചതും എന്നെ തന്നെയാ. വെറുതെ എന്നെ ടെൻഷനാക്കാൻ നോക്കണ്ട. നീയാ ഇപ്പൊ എന്നെ ടെൻഷൻ ആക്കുന്നത്. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഇങ്ങോട്ട് വേഷം കെട്ടി അയച്ചവരോട് ഞാൻ സംസാരിച്ചോളാം. അല്ല, നാണമില്ലല്ലോ നിനക്ക്. ഒരാൾ അയാളുടെ മണിയറയില് എത്രയോ സ്വപ്നം കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് മുന്നിലേക്ക് ഒരു ബന്ധമില്ലാതെ നീ കേറി വരാന്ന് വെച്ചാ എന്തൊക്കെയായി പറയുന്നത്? മിണ്ടരുത് നീ. എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം. എന്തു പറ്റി? താലി കിട്ടിയപ്പോ ചേച്ചിയുടെ മുഖം കണ്ടു കാണോ? മുത്തശ്ശി, 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 ബിജു, മുത്തശ്ശി. എന്താ മോനെ? രണ്ടുപേരും കൂടെ എന്നെ കളിപ്പിച്ചു കഴിഞ്ഞില്ല അല്ലേ? ഏതാ എന്റെ ബെഡ്റൂമിലേക്ക് വന്ന് കയറിയിരിക്കുന്ന ആ പെണ്ണ്? അത് പ്രിയങ്ക. പ്രിയങ്കയോ? അല്ല, അത് പ്രിയങ്കൊന്നും അല്ല. പാവക്കുട്ടിയെ വേഷം കെട്ടിച്ച് മുറിയിൽ ഇരുത്തിയ പോലെ വേറെ ആരോ കയറ്റി വിട്ടിരിക്കുക. അവളോട് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. അല്ല, കണ്ണിതുവരെ ശരിയായില്ലല്ലേ? ശരിയായെന്ന് ചുമ്മാ പറഞ്ഞതല്ലേ? നീ മിണ്ടായിരിക്കും. എന്റെ ബെഡ്റൂമിൽ വന്ന് കയറിയവള് ഞാൻ താലി ചാർത്തിയ പെണ്ണല്ല. എന്തൊക്കെയാടാ നീ പറയുന്നേ? മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. എന്താ അമ്മേ? അത് വേറൊന്നുമല്ല. ഞാൻ അവനെ ഒന്ന് കളിപ്പിച്ചല്ലോ. എന്നാ പിന്നെ നമ്മളെയൊക്കെ ഒന്ന് കളിപ്പിക്കണമെന്ന് അവനും തീരുമാനിച്ചു. ഞാൻ കളി പറയുന്നൊന്നുമല്ല. ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു, അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ഇതൊക്കെ സത്യമാണ്. പക്ഷേ എന്റെ ബെഡ്റൂമിൽ വന്ന് കയറിയ ആ പെണ്ണ് അത് പ്രിയങ്കയല്ല. ദേവനാരായണൻ തിരുമേനിയുടെ മകളും അല്ല. എന്ത് പറ്റി നിനക്ക്? എന്ത് ഭ്രാന്താ നീ വിളിച്ചു പറയുന്നത്? അച്ഛാ, ഞാൻ പറയുന്നത് സത്യമാ. എന്ത് സത്യം? പ്രിയങ്ക തന്നെയല്ലേ മണ്ഡപത്തിൽ വെച്ച് നീ കണ്ടത്? പ്രിയങ്കയുടെ കൈപിടിച്ചല്ലേ കതിർ മണ്ഡപത്തിൽ നീ നടന്നത്? അവൾക്കല്ലേ നീ പുടവ കൊടുത്തത്? അവളുടെ കഴുത്തിലല്ലേ നീ താലി കെട്ടിയത്? അതിനൊക്കെ സാക്ഷിയായി നിന്ന ഞങ്ങളല്ലേ? അമ്മേ, നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? വെറുതെ എല്ലാരും ടെൻഷൻ ആക്കല്ലേ. എന്റെ ടെൻഷൻ എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? എനിക്ക് പരിചയമില്ലാത്ത ഒരുത്തിയായിട്ട് ഞാൻ എങ്ങനെ ആ മുറിയിൽ കഴിയുന്നത്? അവളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അവളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കേട്ടോ, വരുൺ ഇങ്ങനെ ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ.
അത് വിശദമായിട്ട് അവനോട് ചോദിക്കും. കല്യാണ മണ്ഡപത്തിൽ എന്തോ തിരുമറി നടന്നിട്ടുണ്ടെന്ന് വരുൺ പറഞ്ഞ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. അവിടെ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നല്ലോ, തിരുമേനിയുടെ കുടുംബക്കാരുടെ കൂടെ നിന്നിരുന്നവൻ. മണവാട്ടി മാറിപ്പോയെന്ന് അവൻ അവിടെ ഉറക്കം വിളിച്ചു പറഞ്ഞിരുന്നു. അതേ, പെണ്ണ് മാറിപ്പോയി. ആ പയ്യൻ എന്താ പറഞ്ഞത്? അതൊരു ബുദ്ധിയില്ലാത്ത ചെറുക്കനാ. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. യെസ്, ആ ചെറുക്കൻ പറഞ്ഞ സത്യം. അതൊരു ബുദ്ധിയില്ലാത്ത ചെറുക്കനാണെന്ന് അവരപ്പ തന്നെ പറഞ്ഞതാണല്ലോ. അമ്മേ, നമ്മളിപ്പോ എവിടെയോ കിടന്നൊരു ചെറുക്കനെയാണോ വിശ്വസിക്കേണ്ടത്, അതോ വരുണിനെയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം, ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണിനെ വിവാഹ വേഷത്തിൽ ഞാൻ കണ്ടതാ. നിങ്ങൾ ആരും അറിയാതെ ഞാൻ അവളുടെ ഫോട്ടോസും എടുത്തിരുന്നു. ആ ഫോട്ടോസ് എന്റെ ക്യാമറയിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. എല്ലാരും കൂടെ ആശിച്ചു മോഹിച്ചൊരു കല്യാണം നടത്തിയിട്ട് അത് രാത്രി ഏതായാലും കൊള്ളാം. ആരായിരുന്നു മണവാട്ടിയെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എവിടെ കാണിക്കേ? അല്ല, ഇതിലുണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇതാരോ കരുതി കൂട്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിട്ടാ പറ്റില്ല. വരുൺ പറഞ്ഞത് കാര്യമാണോ അല്ലയോ എന്ന് നമുക്കിപ്പൊ തന്നെ തെളിയിക്കാലോ. അവളെ വിളിക്ക്, അവളോട് ചോദിച്ചാ സത്യം അറിയാലോ. കൽപ്പന, അതിരുവിട്ട് സംസാരിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.